Good morning. Okay. തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഫോൺ മ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞത് ഈ പറയുന്ന ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു 6ഓളം കമ്പോണന്റുകൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്, അപ്പോയിന്റ്മെന്റ് എവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? സ്ക്രീൻ എല്ലാവർക്കും വിസിബിൾ അല്ലേ? ഓക്കെ ആണല്ലോ, ശരി. നെക്സ്റ്റ് വരുന്നതാണ് 7ാമത്തെ പോയിന്റ് ആണ് ഇൻഷുറൻസ് മാനേജ്മെന്റ് അല്ലെ. പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്തായിരിക്കും ഇൻഷുറൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് എന്താ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റിന്റെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ കമ്പോണന്റ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് വായിക്കാം. NHMS ഇൻഷുറൻസ് മാനേജ്മെന്റ് കമ്പോണന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. NHMS ഇൻട്രൊഡക്ഷൻ ആണ് കാണുന്നത്. ആണോ? എല്ലാവർക്കും അങ്ങനെയാണോ? ഇൻട്രൊഡക്ഷനോ? ശരി, ഒരു മിനിറ്റ് എന്നാ. ഇപ്പൊ നോക്കി ഓക്കെ ആണോന്ന്? ഇൻഷുറൻസ് മാനേജ്മെന്റ് കാണുന്നുണ്ടോ? കാണുന്നില്ല, ഒരു മിനിറ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് ഇൻഷുറൻസ് മാനേജ്മെന്റ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് വാങ്ങിക്കാം. NHMS ഇൻഷുറൻസ് മാനേജ്മെന്റ് കമ്പോണന്റ് കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഏതാണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഇൻഷുറൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് അതിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം അല്ലെ, ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് അതിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉണ്ടായിരിക്കും. ആ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റുകളിലൂടെയാണ് അവിടുത്തെ മാനേജ്മെന്റുകൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുഗമമായിട്ട് നടക്കുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. HMS ഇൻഷുറൻസ് മാനേജ്മെന്റ് കമ്പോണന്റ് records and stores the patient insurance details. On requirement, it presents the policy number, insurance company, and other related information. അല്ലെ, ഈ പറയുന്ന HMS-ന്റെ ഇൻഷുറൻസ് മാനേജ്മെന്റ് കമ്പോണന്റ് എന്ത് ചെയ്യുന്നു? പേഷ്യന്റിന്റെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും എന്താണ് ആ ഒരു സോഫ്റ്റ്വെയറിനകത്ത് റെക്കോർഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പോളിസി നമ്പർ, ഏത് ഇൻഷുറൻസ് കമ്പനിയാണ്, അങ്ങനെ ഇൻഷുറൻസുമായിട്ട് റിലേറ്റഡ് ആയ എല്ലാ വിശദാംശങ്ങളും ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റിൽ റെക്കോർഡഡ് ആയി. ഓക്കെ,
അപ്പൊ എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്താണ്? The software makes it easy to retrieve these details, making the insurance validation easier. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എളുപ്പത്തിൽ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓർക്കുക, HMSന്റെ ഇൻഷുറൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് എന്തിനു സഹായിക്കുന്നത്? ഈ പറയുന്ന ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്തത് എട്ടാമത്തെ പോയിന്റ് ഇതാണ് ലബോറട്ടറി മാനേജ്മെന്റ് അല്ലെ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ എന്തായിരിക്കും? ലബോറട്ടറി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാബ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എന്തായിരിക്കും? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കമ്പോണന്റ് ആയിരിക്കും അല്ലെ. അതാണ് ലബോറട്ടറി മാനേജ്മെന്റ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാബിൽ പോകുന്നു, ടെസ്റ്റുകൾ ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് കാത്ത് നമ്മൾ അവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ആ റിസൾട്ടിന്റെ പ്രിന്റിങ് കിട്ടി അതെടുത്ത് ഡോക്ടർ പോയി കാണിക്കേണ്ട കാര്യം നമുക്ക് വരുന്നുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇല്ല അല്ലെ. എന്താണ് നമുക്ക് നമ്മുടെ കയ്യിൽ റിസൾട്ട് എത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ എന്താണ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റിന്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസൾട്ടിന്റെ റിപ്പോർട്ടുകൾ നമ്മുടെ ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുന്ന ആ ഒരു എന്താ പറയാ സിസ്റ്റത്തിനകത്ത് എത്തിയിട്ടുണ്ടായിരിക്കും. നമ്മള് ഡോക്ടറുടെ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ വിവരങ്ങൾ നമ്മുടെ കയ്യിൽ എത്തുന്നതിനേക്കാൾ മുമ്പ് ആരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരിക്കും? ഡോക്ടറുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും. അതിനായിട്ട് സഹായിക്കുന്നത് എന്താണ്? ഈ പറയുന്ന HMSന്റെ ലബോറട്ടറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഇതാണ് ഇവിടെ പറയുന്നത്. The laboratory management features show the details of different lab test patients data. It provides reports when needed and maintains all records collectively. അല്ലെ, ഈ പറയുന്ന ഒരു പേഷ്യന്റ് എടുക്കുന്ന എല്ലാ ലാബ് സംബന്ധമായിട്ടുള്ള ആ ഒരു റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനകത്ത് റെക്കോർഡ് ചെയ്യുന്നു അല്ലെ. അത് മാത്രമല്ല അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഈ പറയുന്ന റിപ്പോർട്ടുകൾ അവർക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുകയും അങ്ങനെ എല്ലാ റെക്കോർഡ്സുകളും ലാബ് സംബന്ധമായിട്ട് എല്ലാ റെക്കോർഡ്സുകളും ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സോഫ്റ്റ്വെയറിനകത്ത് റെക്കോർഡഡ് ആവുന്നുണ്ട്. അപ്പൊ എന്തുണ്ടാവും? The doctors can easily access it. It also notifies the doctor and the patient when the results are ready. അപ്പൊ ഈസി ആയിട്ട് തന്നെ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറയുന്ന ലാബ് റിസൾട്ടുകളൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല ഡോക്ടേഴ്സിനും പേഷ്യൻസിനും റിസൾട്ട് റെഡി ആയി കഴിഞ്ഞാൽ അതിന്റെ ഒരു നോട്ടിഫിക്കേഷനും ഈ ഒരു സോഫ്റ്റ്വെയർ കൊടുക്കും അല്ലെ. കാര്യം നമ്മളിപ്പോ ടെസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് ടെസ്റ്റ് റിസൾട്ട് കിട്ടില്ല അല്ലെ. ചിലപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു റിസൾട്ട് റെഡി ആയി കഴിഞ്ഞാൽ അതിനുള്ള നോട്ടിഫിക്കേഷനും ഈ പറയുന്ന സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? നിങ്ങള് പോയിന്റുകൾ ഓർത്ത് വെക്കാം കേട്ടോ. എന്താണ് ഇതിനകത്തിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എന്താണ് ഓരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഈ പറയുന്ന എന്താണ് സപ്പോർട്ടിനായിട്ടുണ്ട്. അതിലൂടെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഏറ്റവും ടൈം എന്താ പറയുക എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നത് കേട്ടോ, ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതുവരെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? അടുത്തത് കേട്ടോ 9ാമത്തെ പോയിന്റ് വരുന്നത് റിപ്പോർട്ട് മാനേജ്മെന്റ് ആണ് അല്ലെ. എന്തായിരിക്കും റിപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? ആ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ റിപ്പോർട്ടുകളും മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന HMSന്റെ സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആയിട്ട് അല്ലെ. അതാണ് റിപ്പോർട്ട് എല്ലാവിധ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ആനുവൽ അല്ലെ അവരുടെ ഒരു വാർഷിക പരിപാടികളുടെ റിപ്പോർട്ടുകളായിരിക്കാം. ഇവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ റിപ്പോർട്ടുകളുടെ മാനേജ്മെന്റിനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന HMS സഹായിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഏതാ നോക്കി? റിപ്പോർട്ട് ആൻഡ് മാനേജ്മെന്റ് മൊഡ്യൂൾ അല്ലെ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് അതിനായിട്ട് സഹായിക്കുന്നത് അല്ലെ. ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് സ്റ്റോർസ് ഓൾ ദ റിപ്പോർട്ട്സ് ജനറേറ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിൽ ജനറേറ്റ് ചെയ്യുന്ന എല്ലാവിധ റിപ്പോർട്ടുകളും എന്താണ് ഈ പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെ അതെന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോ in the case of financial reports, it verifies the performance metrics to check the business profitability. It also provides a comparison between
The performance reports for the different years. An authorized person can access the reports at any time. അല്ലെ ഇവിടെ എന്താ പറയുക ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ ഇപ്പൊ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റല് ഏറ്റവും നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ കണക്കും കാര്യങ്ങളും അതിന്റെ മെട്രിക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താണ് ആ ഒരു സോഫ്റ്റ്വെയറിൽ റെക്കോർഡായിരിക്കും. അതുപോലെ തന്നെയാണ് പെർഫോമൻസ് റിപ്പോർട്ടുകൾ അല്ലെ ആ ഒരു ഹോസ്പിറ്റല് എത്ര നല്ല രീതിയിലാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു വിശദാംശങ്ങൾ അടങ്ങിയ പെർഫോമൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് കമ്പാരിസൺ റിപ്പോർട്ടുകൾ അല്ലെ അതായത് ഓരോ വർഷങ്ങളിലായിട്ടും ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓരോ വർഷം ചെല്ലുന്തോറും ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് കൂടുതലാണോ ഇംപ്രൂവ് ആവാണോ അല്ലെങ്കിൽ അത് കുറയാണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം കമ്പാരിസൺ റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് എല്ലാ റിപ്പോർട്ടുകളും ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ കേട്ടോ ഫിനാൻഷ്യൽ റിപ്പോർട്ടുണ്ട് പെർഫോമൻസ് റിപ്പോർട്ടുകളുണ്ട് കമ്പാരിസൺ റിപ്പോർട്ടുകളുണ്ട് ഇതെല്ലാം തന്നെ മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെ അതായത് ഈ പറയുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അധികാരപ്പെട്ട വ്യക്തികൾക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ റിപ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകം ഓർക്കുക ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രം എല്ലാവർക്കും എന്തെങ്കിലും വിവരങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ പറയുന്ന വിവരങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. പിന്നെന്താണ് പറയുന്നത് ബിസൈഡ്സ് യു ക്യാൻ യൂസ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് ടു പ്രസന്റ് ഇൻ an easy to read ഫോർമാറ്റ്. അതൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡയഗ്രത്തിലൂടെയും അതുപോലെ തന്നെ ചാർട്ടിലൂടെയും വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു വിഷ്വൽ ടൂൾ ആണിത് ഈ പറയുന്ന ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് കേട്ടോ. ഇത് മനസ്സിലാക്കി വെക്കണം. ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഡയഗ്രത്തിലൂടെയും ചാർട്ടുകളിലൂടെയും ഒക്കെ നമ്മൾ ഇൻഫർമേഷൻ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു വിഷ്വൽ ടൂൾ ആണ് ഇത് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇത് എന്താണ് ഹെൽപ്സ് ടു പ്രസന്റ് ഇൻ ഈസി ടു റീഡബിൾ ഫോർമാറ്റ്. അതായത് നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ടുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏത് റിപ്പോർട്ടുകൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഏത് റിപ്പോർട്ടുകൾ നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണ് ഈ പറയുന്ന ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് ആണ്. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ പറയുന്ന റിപ്പോർട്ടുകൾ നമുക്ക് പറയുന്നത് ആനുവൽ റിപ്പോർട്ടുകൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ കമ്പാരിസൺ റിപ്പോർട്ടുകൾ നമുക്ക് പറയുന്ന അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള റിപ്പോർട്ടുകളായിരിക്കും. നമുക്ക് എളുപ്പം ചിലപ്പോൾ അതിൽ വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അതേസമയം ഇതൊക്കെ ഒരു ഡയഗ്രാം രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ചാർട്ടിന്റെ രൂപത്തിലാണ് ഡയഗ്രമാറ്റിക് ഒക്കെ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് കമ്പാരിസൺ റിപ്പോർട്ടുകളൊക്കെ ആകുമ്പോൾ ഓരോ വർഷത്തിലും ഉണ്ടാകുന്ന ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിന്റെ കമ്പാരിസൺ ഒക്കെ നമ്മളിങ്ങനെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് പെട്ടെന്ന് ആ ഡയഗ്രം കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഇന്ന വർഷം നല്ല പെർഫോമൻസ് ആയിരുന്നു അല്ലെങ്കിൽ മോശം പെർഫോമൻസ് ഉണ്ടായ വർഷങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്കൊരു റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു വിഷ്വൽ ടൂൾ ആണിത് ഈ പറയുന്ന ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്. ക്ലിയർ ആയല്ലോ? അതാണ് അവിടെ പറയുന്ന ഡിസൈൻസ് യു ക്യാൻ യൂസ് ദ ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് ടു പ്രസന്റ് ഇൻ ഈസി ടു റീഡബിൾ ഫോർമാറ്റ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ റിപ്പോർട്ട് മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേട്ടോ 10ാമത്തെ പോയിന്റ് ഇതാണ് വാക്സിനേഷൻ മാനേജ്മെന്റ് കേട്ടോ. ഇതാണ് വാക്സിനേഷൻ മാനേജ്മെന്റ്. ആ പേര് സൂചിപ്പിക്കുന്നുണ്ട് എന്തായിരിക്കും? ഈ പറയുന്ന വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ബുക്കിങ്ങും മറ്റൊക്കെ നടത്താനും അതുപോലെ തന്നെ വാക്സിനേഷനെ പറ്റിയുള്ള റിമൈൻഡേഴ്സ് ഒക്കെ തരാനൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്ന HMSന്റെ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് അല്ലെ. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് നമ്മൾ കോവിഡ് കാലഘട്ടത്തില് അല്ലെ വാക്സിനൊക്കെ നമ്മൾ എങ്ങനെ ബുക്ക് ചെയ്തത് നമ്മൾ ഇതുപോലെ ഓൺലൈൻ ആയിട്ടാണ് അല്ലെ. സ്ലോട്ടുകളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോയിട്ട് വാക്സിനേഷനും മറ്റൊക്കെ എടുത്തത്. ഇതൊക്കെ ഈ പറയുന്ന HMSന്റെ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാം.
വാക്സിനേഷൻ മോഡൽ, അതായത് മോഡൽ അല്ലാത്ത മൊഡ്യൂളിലാക്കിയാൽ മതി കേട്ടോ. വാക്സിനേഷൻ മൊഡ്യൂൾ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. A vaccination module keeps track of all the completed or upcoming vaccination, അല്ലെ കംപ്ലീറ്റ് ആയിട്ടുള്ളതും വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ വാക്സിനേഷന്റെയും വിവരങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് സഹായിക്കും. ഏത് സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ്? HMSന്റെ വാക്സിനേഷൻ മൊഡ്യൂൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പോണന്റ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. It updates you about the upcoming vaccinations and the books is logged with the doctor. It also sends timely reminders to patients എന്നാണ് ഇവിടെ പാരന്റ്സ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. തിരുത്തണം, പേഷ്യൻസ് എന്നാക്കണം കേട്ടോ, പേഷ്യൻസ് രോഗികൾ എന്നാക്കണം കേട്ടോ. It also sends timely reminders to patients to make sure they don't miss the slot, അല്ലെ. അതോടൊപ്പം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയാൻ വരാൻ പോകുന്ന അപ്കമിങ് ആയിട്ടുള്ള വാക്സിനേഷന്റെ ആ ഒരു എന്താ പറയാ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടറെ നമുക്ക് വാക്സിനേഷൻ എടുക്കുന്ന ദിവസങ്ങളിൽ ഡോക്ടറെ നമുക്ക് കാണാനുള്ള ആ ഒരു ഡോക്ടറെ ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോ ഒരു വാക്സിനേഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിമൈൻഡേഴ്സുകളും നമുക്ക് അയക്കുന്നുണ്ട്. റിമൈൻഡേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. നിങ്ങൾക്കറിയാം, ഇന്നിപ്പോ നമ്മളെല്ലാം തന്നെ ഡോക്ടറെയൊക്കെ ബുക്ക് ചെയ്താലും അല്ലെങ്കിൽ എന്തെങ്കിലും വാക്സിനേഷനോ മറ്റോ ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് എന്ത് വരും? നമ്മുടെ ഫോണിൽ SMS ആയിട്ട് മെസ്സേജ് വരും. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ഡോക്ടറുമായിട്ടുള്ള നിങ്ങളുടെ ബുക്കിംഗ് കൺഫേംഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റിമൈൻഡേഴ്സ് വരും അല്ലെ. എന്നതുപോലെ അതാണ് പറയുന്നത്. ഇറ്റ് ആൾസോ സെൻസ് ടൈംലി റിമൈൻഡേഴ്സ് ടു പേഷ്യൻസ് ടു മേക്ക് ഷുവർ ദേ ഡോണ്ട് മിസ് ദ സ്ലോട്ട്. ആ സ്ലോട്ട് മിസ് ആവാതിരിക്കാനായിട്ടുള്ള റിമൈൻഡേഴ്സുകളും ഓർമ്മപ്പെടുത്തലുകളും SMS-ന്റെ രൂപത്തിലെ റിമൈൻഡേഴ്സുകൾ നമുക്ക് എന്തായിരിക്കുന്നത് ഈ പറയുന്ന സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയേ ഉള്ളൂ വാക്സിനേഷൻ മാനേജ്മെന്റ്. അടുത്തത് കേട്ടോ 11ാമത്തെ പോയിന്റ് ഇതാണ് സപ്പോർട്ട് മാനേജ്മെന്റ്. എന്താണ് സപ്പോർട്ട് മാനേജ്മെന്റ്? എന്തായിരിക്കും സപ്പോർട്ട് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കുക അല്ലെ. എല്ലാവിധ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പൊ നമുക്കറിയാം, പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവർക്ക് പല കാര്യങ്ങൾ അറിയാനുണ്ടാവും അല്ലെ. അവരുടെ എൻക്വയറീസ്, ചിലപ്പോൾ അവരുടെ കംപ്ലൈന്റുകളായിരിക്കാം, പരാതികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്സുകളായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാവിധ പിന്തുണ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആയിരിക്കും അല്ലെ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. സപ്പോർട്ട് മാനേജ്മെന്റ്. Patient satisfaction is one of the importance for any hospital. ആണല്ലോ, the patient satisfaction is one of the importance for any hospital. This segment records the data like the inquiries, complaints, requests and feedback from the patients. It also ensures that they handle these requests and programs appropriately and at the earliest. You can make the automatic feedback collection process to reduce the staff's job load and everyone could fill out the feedback form. എന്താണ് പറയുന്നത്? നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പേഷ്യന്റിനെ ഏറ്റവും സംതൃപ്തമാക്കുക, ഈ പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് സംതൃപ്തി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കണം. ഇത് മാത്രമാണ് അവർക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ഈ ഒരു സെഗ്മെന്റ്. ഏത് സെഗ്മെന്റ് ആണ്? സപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് എന്ത് ചെയ്യുന്നു? ഇറ്റ് റെക്കോർഡ്സ് ദ ഡാറ്റ ലൈക്ക് ഇൻക്വയറീസ്, കംപ്ലൈന്റ്സ്, റിക്വസ്റ്റ് ആൻഡ് ഫീഡ്ബാക്ക് പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിൽ നിന്ന് വരുന്ന അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ അപേക്ഷകൾ, അവരുടെ ഫീഡ്ബാക്കുകൾ, അവരുടെ പരാതികൾ എല്ലാം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റിനകത്ത് എന്തായിരിക്കും? റെക്കോർഡഡ് ആയിരിക്കും. അത് മാത്രമല്ല, it also ensures that they handle these requests and programs appropriately and at the earliest. മാത്രമല്ല ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് എന്തിനും സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന ഫീഡ്ബാക്കുകളും അന്വേഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ, അധികം സമയം വൈകാതെ എത്രയും നേരത്തെ തന്നെ അവരുടെ പരാതികൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ റിക്വസ്റ്റുകൾക്ക് പരിഹാരം കാണുന്നതും അത് ഉറപ്പാക്കുന്നുണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ. കാരണം ഇതൊക്കെ ഈസിയായി സോഫ്റ്റ്വെയർ ആകുമ്പോൾ പിന്നെ നമുക്ക് ഈസിയാണ്. കാര്യം പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ എളുപ്പം നമുക്ക് കാണാനും അതിനനുസരിച്ചുള്ള ആ ഒരു എന്താ പറയാ സപ്പോർട്ട് റെസ്പോൺസ് നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. പഴയ പോലെയല്ല. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ.
You can make automatic the feedback collection process to reduce the staff job. അല്ലെ? അപ്പൊ ഇത്തരത്തില് നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിന്റെ ഫീഡ്ബാക്സ് കളക്ഷൻസ് ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ, അതായത് നമ്മൾ ഈ HMSന്റെ ഈ ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിന്റെ ഓട്ടോമേറ്റ് ചെയ്യാണ് അല്ലെ? അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാഫുകളുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റും. പണ്ടെന്ന് പറയുമ്പോൾ ഇതെല്ലാം മാനുവലി ആണ് ചെയ്തത്. ഇന്ന് പക്ഷെ അതിന്റെ ആവശ്യമില്ല. എല്ലാം ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സഹായത്തോടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാഫുകളുടെ ജോബ് ലോഡ് അവിടെ കുറയുകയും, പിന്നെ എന്താണ് പറയുന്നത്, എവരിവൺ കുഡ് ഫിൽ ഔട്ട് ദ ഫീഡ്ബാക്ക് ഫോം അല്ലെ? എല്ലാ ആളുകൾക്കും ഫീഡ്ബാക്ക് ഫോം ഫിൽ ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റിയും ആ ഒരു സോഫ്റ്റ്വെയറിനകത്തുണ്ട്. എല്ലാ രോഗികൾക്കും കയറിയിട്ട് അതിൽ എന്ത് ചെയ്യാം, അവരുടെ ഫീഡ്ബാക്സ് അല്ലെങ്കിൽ അവരുടെ കൺസേൺസ്, അവരുടെ ഇൻക്വയറീസ് ഒക്കെ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, എൻറ്റർ ചെയ്യാൻ പറ്റും. അതൊരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്കത് കാണാനും പെട്ടെന്ന് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കൊടുക്കാനും ഇത് സഹായിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞത് 11 കമ്പോണന്റുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇത്രയും വരെ ഓക്കെ ആണ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ അല്ലേ? വായിച്ചു നോക്കണം കേട്ടോ. അനിസിക്ക് മാത്രമാണ് ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. വലിയ വലിയ കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളൂ, പക്ഷെ അതിന്റെ കൺസെപ്റ്റ് വളരെ ചെറുതാണ് കേട്ടോ. ഇനി ഇത്രയും മനസ്സിലാക്കാനുള്ളത്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഓരോ മേഖലകളിൽ നിന്നുണ്ട് HMSന്റെ ഓരോരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ വർക്ക് ഫ്ലോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പഴയ പോലെയല്ല, പണ്ടത്തെ ഒരു കാലഘട്ടം പോലെയല്ല അല്ലെ? കൂടുതൽ നമുക്ക് അങ്ങനെ സോഫ്റ്റ്വെയറിന്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകൾക്കായാലും അവരുടെ വർക്ക് ലോഡ് കുറവാണ് അല്ലെ? പണ്ടത്തെ അത്ര ഒരു അനുമതി ചെയ്യുന്ന അത്ര അവർക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആ സേവ് ചെയ്യുന്ന ടൈം ആണെങ്കിലോ നമുക്ക് പേഷ്യൻസിന് വേണ്ടി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും സാധിക്കും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. അതിന് മൊത്തത്തിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. അതിന്റെ 11 കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചു കേട്ടോ. അപ്പൊ ഓരോ കമ്പോണന്റ്, ഓരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ആ പേരിൽ തന്നെയുണ്ട്. ആ കമ്പോണന്റിന്റെ പേരിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ആ സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഏതാണെന്നുള്ളത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റുകള്, പ്രയോജനങ്ങള് എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രയോജനങ്ങളാണ്? നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? എന്നാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. ഇതാണ് പറയുന്നത്, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. അതായത് ഈ പറയുന്ന പേഷ്യന്റിനും ഹോസ്പിറ്റലിനും ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെയധികം എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ട്? ഈ പറയുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? ഈ പറയുന്ന പേഷ്യൻസിനും ഹോസ്പിറ്റലിന്റെ ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറേയധികം മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചു എന്നാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. നമുക്ക് നോക്കാം. 59% of the millionaires are willing to switch the doctors for better online access. An HMS will enhance communication between the patients and hospital by allowing the patients to approach their medical records, book appointments, receive reminders, and communicate online with their doctors and nurses. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് കൂടുതൽ ആളുകളും, ഇവിടെ ഒരു കണക്ക് പറഞ്ഞേക്കുന്നത് 59% ഓഫ് ദ മില്യനേഴ്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് ആളുകളും, മെജോറിറ്റി ആളുകളും എന്താണ് ആഗ്രഹിക്കുന്നത്? കൂടുതലും ഈ പറയുന്ന ഓൺലൈൻ ആയിട്ടുള്ള ആക്സസിലൂടെ, ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ എന്താണ് കൂടുതൽ ഈ പറയുന്ന ആരോഗ്യ സേവനങ്ങൾ ലഭിക്കാനാണ് കൂടുതൽ ആളുകൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെ? കാര്യം എന്താണ്? പണ്ടത്തെ പോലെയല്ല, ആൾക്കാർക്ക് എന്തില്ല, സമയമില്ല. പണ്ടത്തെ പോലെയല്ല, ആൾക്കാർക്ക് ഒന്നിനും സമയമില്ല. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു കിട്ടുകയാണെങ്കിൽ അത്രയും സൗകര്യമാണ്. അങ്ങനെയാണ് ആളുകൾ ഇപ്പൊ ചിന്തിക്കുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആക്സസിലൂടെ സേവനങ്ങൾ ലഭിക്കാനും അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നത്? ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന HMS സംവിധാനം ഓക്കെ, അത് എന്തിനു സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന പേഷ്യൻസിനും ഹോസ്പിറ്റലിന്റെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട്, എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്.
എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയേ. ഇതേ പറയുന്നു, ബൈ allowing the patients to approach their medical records, അല്ലെ. The patients can view their medical records and history through online, അല്ലെ. പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈൻ ആയിട്ട് തന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ്, അവരുടെ ഹെൽത്ത് റെക്കോർഡ്സുകളൊക്കെ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ബുക്ക് അപ്പോയിന്റ്മെന്റ്സ്, അല്ലെ. പേഷ്യൻസ് ക്യാൻ ബുക്ക് ദെയർ അപ്പോയിന്റ്മെന്റ്സ് ബൈ ഓൺലൈൻ, അല്ലെ. ഓൺലൈൻ ആയിട്ട് തന്നെ പേഷ്യൻസിന് അവരുടെ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ റിസീവ് റിമൈൻഡേഴ്സ്, അല്ലെ. The patients can get റിമൈൻഡേഴ്സ്, അല്ലെ. റിമൈൻഡേഴ്സ് അബൌട്ട് ദ അപ്പോയിന്റ്മെന്റ്സ് ഓർ മെഡിസിൻസ്, അല്ലെ. അവരെടുത്തിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്, അല്ലെങ്കിൽ അവർക്ക് വാക്സിനേഷൻസോ മറ്റെന്തെങ്കിലും ഒക്കെ എടുക്കുന്നുണ്ട്, അതിന്റെ റിമൈൻഡേഴ്സ് വരെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അവർക്ക് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, SMS ആയിട്ട് അപ്പൊ തന്നെ നമുക്ക് ഫോണിൽ മെസ്സേജും റിമൈൻഡേഴ്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, the patients can communicate online with their doctors and nurses, അല്ലെ. ഇന്നിപ്പോ എന്താണ് നമുക്ക് ഈ പറയുന്ന ടെലി കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് ഡോക്ടേഴ്സിനെ ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ. ഇതാണ് പറയുന്നത്, the patient can communicate with their doctors and nurses through online. ഓൺലൈൻ ആയിട്ട് തന്നെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിൽ യു വിൽ ഹാവ് എൻഹാൻസ്ഡ് പേഷ്യന്റ് എൻഗേജ്മെന്റ്, a reduction in waiting times and improved patient satisfaction, അല്ലെ. ആ ഒരു രീതിയിൽ പേഷ്യൻസ് ആർ മോർ എൻഗേജ്ഡ് ഇൻ ദയർ കെയർ, അല്ലെ. അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിലാണ്, ആ ഒരു പരിചരണത്തിൽ പേഷ്യൻസ് ഇപ്പൊ പഴയതിനേക്കാളും കൂടുതൽ എൻഗേജ്ഡ് ആണ്. എൻഗേജ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് റെഡ്യൂസിംഗ് ദ വെയിറ്റിംഗ് ടൈംസ്. പഴയ പോലെ എന്താണ് കാത്തിരിപ്പ് സമയം വേണ്ടി വരുന്നുണ്ടോ? വെയിറ്റിംഗ് ടൈം വേണ്ടി വരുന്നുണ്ടോ? ഇല്ല. ഇത് റെഡ്യൂസസ് ദ വെയിറ്റിംഗ് ടൈം, അല്ലെ. പരമാവധി പറയുന്ന ആ ഒരു ടൈം, വെയിറ്റിംഗ് ടൈം അത് കുറച്ചുകൊണ്ട് ആൻഡ് ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെ. അതിലൂടെ എന്താണ് പേഷ്യന്റിന്റെ ആ ഒരു സംതൃപ്തി നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? അത്രയേ ഉള്ളൂ. അതായത് ഈ പറയുന്ന പേഷ്യൻസിനും ഹോസ്പിറ്റലിന് ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട്. കാര്യം മെജോറിറ്റി ആളുകൾ ഓൺലൈൻ ആയിട്ടുള്ള ഒരു ആക്സസിലൂടെ കാര്യങ്ങൾ ലഭിക്കാനാണ് അവർ കൂടുതൽ ഓഫ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്, അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവർക്കിടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആയത്. ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മൾ പറഞ്ഞു, പേഷ്യൻസ് ക്യാൻ വ്യൂ ദെയർ മെഡിക്കൽ റെക്കോർഡ്സ് ത്രൂ ഓൺലൈൻ, ദ പേഷ്യൻസ് ക്യാൻ ബുക്ക് ദെയർ അപ്പോയിന്റ്മെന്റ്സ് ത്രൂ ഓൺലൈൻ, ദേ ക്യാൻ റിസീവ് ദ റിമൈൻഡേഴ്സ്, അതുപോലെ ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ത്രൂ ഓൺലൈൻ. അത് മാത്രമല്ല, ദ പേഷ്യൻസ് ആർ മോർ എൻഗേജ്ഡ് ഇൻ ദയർ കെയർ, അല്ലെ. അവരുടെ കെയറിൽ അവർ കൂടുതൽ എൻഗേജ്ഡ് ആണ്. ഇറ്റ് റെഡ്യൂസസ് ദ വെയിറ്റിംഗ് ടൈം ഓഫ് പേഷ്യന്റ്, അല്ലെ. പേഷ്യന്റിന്റെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുന്നു. അതുവഴിയായിട്ട് പേഷ്യൻസ് കൂടുതൽ ഹാപ്പിയർ ആവുകയും എന്താണ് കുറെ കൂടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എൻഹാൻസ് ചെയ്യാനും സാധിക്കും. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണല്ലോ. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേട്ടോ. കുറച്ച് സ്പീഡിലാണ് എടുക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അത്രയും ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ആ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. വേറെ പ്രത്യേക പോയിന്റുകളൊന്നും അതിനകത്ത് പറയുന്നില്ല. പോയിന്റുകൾ വരുന്ന ഭാഗങ്ങൾ ഞാൻ പറയും, അത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യും. അടുത്തത് കേട്ടോ, സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. അടുത്ത പോയിന്റ് എന്താണ്? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. HMSന്റെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആണ്, അല്ലെ. എന്തായിരിക്കും? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ, അല്ലെ. അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് പേഷ്യന്റ് ഡാറ്റകൾ നമുക്ക് വളരെ സെക്യൂർഡ് ആയിട്ട്, വളരെ സേഫ് ആയിട്ട്, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? HMS സഹായിക്കുന്നുണ്ട്, അല്ലെ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. HMS ഹെൽപ്പ് യു ടു മെയിൻറ്റെയിൻ ഹോസ്പിറ്റൽ ഡാറ്റ സേഫ് ആൻഡ് സെക്യൂർ, അല്ലെ. സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ട് വയ്ക്കാൻ സഹായിക്കുന്നു. പണ്ടത്തെ പോലെയല്ല, അല്ലെ. പണ്ടെന്ന് പറയുമ്പോൾ ഓരോ മെഡിക്കൽ റെക്കോർഡുകൾ ഫയലുകളാക്കി സൂക്ഷിക്കുന്നു, കടലാസ് പേപ്പറുകളിലൂടെ നമ്മൾ സൂക്ഷിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു, അല്ലെ. അതൊക്കെ നശിച്ചു പോകാനും നഷ്ടപ്പെടാനും മിസ്സാവാനൊക്കെ ഉള്ള ചാൻസ് ഒരുപാടുണ്ട്, അല്ലെ. അപ്പൊ അതേസമയം നമ്മൾ ഇങ്ങനെയുള്ളൊരു HMS വന്നതോടുകൂടി ഇത്തരത്തിലുള്ള സിസ്റ്റം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സോഫ്റ്റ്വെയറുകളൊക്കെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് രോഗികളുടെ വിവരങ്ങൾ നമുക്ക് വളരെ സേഫ് ആയിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ എത്ര കാലഘട്ടങ്ങളുടെ വേണമെങ്കിൽ നമുക്ക് മിസ്സാവാതെ വളരെ സേഫ് ആയിട്ടും സെക്യൂർഡ് ആയിട്ടും നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് HMS നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലെ. അതാണ് അവിടെ പറയുന്നത്. യു ക്യാൻ കൺട്രോൾ ആൻഡ് പ്രൊവൈഡ് ദ ആക്സസ് ടു ഓതറൈസ്ഡ് പേഴ്സണൽ ഓൺലി. എന്താണ് പറയുന്നത്? രോഗികളുടെ വിവരങ്ങൾ, പേഷ്യന്റ് ഡാറ്റ വളരെ സെക്യൂർഡ് ആയിട്ടും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടും സൂക്ഷിക്കാനായിട്ട് HMS സഹായിക്കുന്നുണ്ട്. ഇനി ഈ സേഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൂക്ഷിച്ചു വെക്കുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അതും ഓക്കെ. പക്ഷെ എന്താണ് അവർ പറയുന്നത്? യു ക്യാൻ കൺട്രോൾ ആൻഡ് പ്രൊവൈഡ് ആക്സസ് ടു ഓതറൈസ്ഡ് പേഴ്സണൽ ഓൺലി, അല്ലെ. വളരെ അധികാരപ്പെട്ട ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ പേഷ്യന്റിന്റെ ഡാറ്റകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും.
ആ രീതിയിലുമായിരിക്കും സോഫ്റ്റ്വെയർ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. നമുക്കറിയാലേ, നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചതാണ്. എല്ലാ ആളുകൾക്കും പേഷ്യന്റിന്റെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിന് സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ രീതിയിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പാടില്ല പേഷ്യന്റിന്റെ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ആ രീതിയിലാണ് സോഫ്റ്റ്വെയർ അതിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ട് സേഫ് ആൻഡ് സെക്യൂർഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. Make sure to look at the HIPAA complaint software for the PHI security. Underline ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് പറയുന്നത്? Make sure to look at the HIPAA complaint software for the PHI security. ആദ്യം തന്നെ എന്താണ് HIPAA? അതിന്റെ ഫുൾ ഫോം ഒന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. HIPAA ഫുൾ ഫോം ഇതാണ്, എഴുതി വെക്കാം കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ്, നോട്ട് ചെയ്ത് വെക്കണേ. ഹെൽത്ത് ഇൻഷുറൻസ് portability and accountability act. അതുകൊണ്ട് പറയാം, ഹെൽത്ത് ഇൻഷുറൻസ് portability 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 and accountability ACCOUNTABILIT accountability act ACG act കേട്ടോ. ഇതൊരു നിയമമാണ് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. എന്താണ് ആ ആക്ട് നോക്കാം കേട്ടോ. പിന്നെ പറയുന്നത് PHIയുടെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചോളൂ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ, അതുകൂടെ എഴുതി വെക്കാം കേട്ടോ. PHI സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. PHI എന്താണ്? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. കിട്ടിയോ? എഴുതി വെച്ചോ? എഴുതി വെച്ചില്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എന്താണ് HIPAA എന്ന് പറഞ്ഞാല്? ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ വളരെ സുരക്ഷിതമായിട്ട്, മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കും പെടുക, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ, അല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ ബുക്കായിട്ടും സൂക്ഷിക്കുന്നുണ്ട്, സിസ്റ്റം വൈസിനായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡുകൾ വളരെ സുരക്ഷിതമായിട്ട് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള ഒരു നിയമമാണ് കേട്ടോ. ഇതൊരു റൂളാണ്, ഇതൊരു ആക്ട് ആണ് കേട്ടോ. HIPAA എന്ന് പറയുന്ന ആക്ട്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ പറയുന്ന റെക്കോർഡുകൾ വളരെ സേഫ് ആയിട്ട് വെക്കാൻ ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ദാറ്റ് സോഫ്റ്റ്വെയർ ദാറ്റ് ഷുഡ് മീറ്റ് ദ HIPAA സ്റ്റാൻഡേർഡ്സ്. ഇതിനു വേണ്ടിയിട്ടാണ് ടു പ്രിവെന്റ് ദ, അല്ലെങ്കിൽ എന്താണ്, ടു പ്രൊട്ടക്ട് ദ ഡാറ്റ, ടു പ്രൊട്ടക്ട് ദ, അല്ലെങ്കിൽ ടു പ്രൊട്ടക്ട് ദ എന്താ പറയുക സെൻസിറ്റീവ് പേഷ്യന്റ് ഡാറ്റ കേട്ടോ. അതായത് ഈ പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ഡാറ്റകൾ വളരെ സൂക്ഷിച്ചു വെക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താ വളരെ സെക്യൂർഡ് ആയിട്ട് വെക്കുന്നതിനായിട്ട് ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് എന്ത് ചെയ്തിരിക്കണം? HIPAA സ്റ്റാൻഡേർഡുകൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, മേക്ക് ഷുവർ ടു ലുക്ക് അറ്റ് HIPAA കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ. ഒരു കാര്യം കൂടെ പറയാണ്, ഇവിടെ കംപ്ലൈന്റ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അത് പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പാലിക്കുക. പിന്നീട് പെട്ടെന്ന് വായിക്കുന്ന കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ പരാതി എന്നുള്ള അർത്ഥമല്ല, സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ കംപ്ലൈന്റ് നോക്കിയ COMPLIANT കംപ്ലൈന്റ് ആണ്. അതിന്റെ അർത്ഥം പാലിക്കുക എന്നതാണ് കേട്ടോ. ഈ കംപ്ലൈന്റിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നോക്കിയ COMPLAINT കംപ്ലൈന്റ് ആണ്. അതിന്റെ അർത്ഥം പരാതി എന്നാണ്. കംപ്ലൈന്റ്, പരാതി. ഈ കംപ്ലൈന്റിന്റെ സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ട് കേട്ടോ. COMPLIANT കംപ്ലൈന്റ്, അതിന്റെ അർത്ഥം പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, നമ്മുടെ പേഷ്യന്റിന്റെ ഡാറ്റ സെക്യൂർഡ് ആയിട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, HMS ആ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ്, ദാറ്റ് സോഫ്റ്റ്വെയർ കമ്പോണന്റ് ദാറ്റ് മസ്റ്റ് മീറ്റ് ദ HIPAA സ്റ്റാൻഡേർഡ്സ് ടു എന്താണ് പ്രൊട്ടക്ട് ടു സെക്യൂർ ദ സെൻസിറ്റീവ് പേഷ്യന്റ് ഡാറ്റ കേട്ടോ. പേഷ്യന്റിന്റെ ഡാറ്റ സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് HIPAA സ്റ്റാൻഡേർഡുകൾ നിർബന്ധമായിട്ട് പാലിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ PHI സെക്യൂരിറ്റി. PHI എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ അല്ലെ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ദാറ്റ് മസ്റ്റ് ബി സെക്യൂർഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ദ അൺഓതറൈസ്ഡ് ആക്സസ് ഓഫ് റീച്ചസ് അല്ലെ. ഏതെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും വ്യക്തികൾ അതിൽ നിന്ന് വല്ല വിവരങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീച്ചസ് ലംഘനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സോഫ്റ്റ്വെയർ HIPAA ആക്ടുകൾ നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് നിർബന്ധമായിട്ട് പാലിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? കത്ത് ചെയ്തു കേട്ടോ. സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. നെക്സ്റ്റ് വരുന്നതാണ് ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ കേട്ടോ. അടുത്ത പോയിന്റ് എന്താണ്?
ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. എന്താണ് പേഷ്യന്റിന്റെ ഡാറ്റയിൽ നമുക്ക് ഇപ്പൊ വളരെ മെച്ചപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് പേഷ്യന്റിന്റെ വിവരങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. ആർക്ക് ആക്സസ് ചെയ്യാനായിട്ടാണ്? പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കാണ് ആക്സസ് ചെയ്യേണ്ടത് അല്ലെ. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഈസി ആയിട്ട് പേഷ്യന്റിന്റെ ഡാറ്റകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു ബെനിഫിറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് വായിക്കാം. You can have the easy entrance to all the patient related data on a system using an HMS. You can also approach the data such as patient history, doctors engaged, test result, billing details, and much more with just a few clicks. അല്ലെ, ഏതാനും ക്ലിക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് അവരുടെ പരിചരണ പ്രത്യേക ഭാഗമായിട്ടുള്ളത്, അവരുടെ ടെസ്റ്റ് റിസൾട്ടുകൾ, അതുപോലെ തന്നെ അവരുടെ ബില്ലിംഗ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേഷ്യന്റ് സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും, പേഷ്യന്റ് ഹിസ്റ്ററി ഉൾപ്പെടുന്ന എല്ലാ വിവരങ്ങളും ഏതാനും ക്ലിക്കുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ബെനിഫിറ്റ് ആണത് HMSന്റെ ബെനിഫിറ്റ് ആണ് അല്ലെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് ആണ്. മൂന്നാമത്തെ കേട്ടോ. അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, നാലാമത്തെ പോയിന്റിനാണ്. ഇത് ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണോട്ടാ. മിസ് ഇങ്ങനെ സ്പീഡിൽ എടുത്തു പോവാണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെ പറയരുത്. എനിക്ക് എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് ഇടുക കേട്ടോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാം കേട്ടോ. അടുത്തത് നാലാമത്തെ പോയിന്റിനാണ് റിഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം കേട്ടോ. അതാണ് റിഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ? ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ the time taken to complete a process ആണ് കേട്ടോ. അതാണ് the time taken to complete a process. അതായത് ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, പൂർത്തിയാക്കാൻ എടുക്കുന്ന ഒരു സമയമാണിത് ടേൺ അറൗണ്ട് ടൈം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന HMS സംവിധാനം ഉള്ളത് കൊണ്ട് ഇറ്റ് റെഡ്യൂസസ് ദ ടേൺ അറൗണ്ട് ടൈം അല്ലെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നടക്കുന്ന ആക്ടിവിറ്റീസുകള്, അവിടുത്തെ വർക്കുകള്, റൂട്ടീൻ ആയിട്ടുള്ള ജോബുകള്, അതെല്ലാം ഇപ്പൊ എന്താണ് HMSന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടേൺ അറൗണ്ട് ടൈം അവിടെ കുറയ്ക്കാൻ പറ്റില്ല. നമ്മൾ മാനുവലിയാണ് ചെയ്യുന്നതെങ്കിലോ, ആലോചിച്ചൊക്കെ മാനുവലിയാണ് ചെയ്യുന്നതെങ്കിൽ എന്തോരം സമയം നമുക്ക് എടുക്കും. അതേസമയം HMS സംവിധാനം ഉള്ളത് കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് എടുക്കൂ. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിക്കാം കേട്ടോ. Streamline your hospital workflows by automating routine jobs like appointment or stock management അല്ലെ. സ്ട്രീംലൈൻ എന്ന് പറയുമ്പോൾ എന്താ? സ്ട്രീംലൈൻ എന്ന് വെച്ചാൽ സിംപ്ലിഫൈ ചെയ്യാന്നുള്ള അർത്ഥമാണ് കേട്ടോ. സിംപ്ലിഫൈ ചെയ്യാന്ന് വെച്ചാൽ വളരെ ഈസി ആക്കാണ് കേട്ടോ. സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Streamline your hospital workflows by automating routine jobs like appointment or stock management അല്ലെ. ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ്, സ്റ്റോക്ക് മാനേജ്മെന്റ് പോലെയുള്ള ഹോസ്പിറ്റലിലെ റൂട്ടീൻ ആയിട്ടുള്ള ജോബുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ, HMSന്റെ സഹായത്തോടെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം വളരെയധികം സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്, സമയത്തിന് കുറയ്ക്കില്ല. മാനുവലി ചെയ്യുന്ന സമയത്തിന് ഒരുപാട് അത് കുറയ്ക്കുന്നു അല്ലെ. Okay, this decreases the time and effort required to perform these jobs and the turnaround time. ഇങ്ങനെയുള്ള ജോബുകൾ, റൂട്ടീൻ ആയിട്ടുള്ള ജോബുകളൊക്കെ ചെയ്യാനെടുക്കുന്ന ആ ഒരു എഫർട്ട്, അതിനെടുക്കുന്ന ആ ഒരു സമയമൊക്കെ നമുക്ക് അതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിച്ചു അല്ലെ. അപ്പൊ എന്താണ്, ഇറ്റ് ആൾസോ ഹെൽപ്സ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ് ടു ഫോക്കസ് ഓൺ മോർ ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയാസ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇങ്ങനെ HMS സംവിധാനം വന്നപ്പോ അതിലൂടെ കുറെ കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കുറെ ടൈം നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റിയില്ലേ? സേവ് ചെയ്യാൻ പറ്റില്ലേ? ആ സേവ് ചെയ്യുന്ന ടൈം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പേഷ്യൻസിന് കൂടുതൽ പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് ആ ഒരു സമയം ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. മറ്റേതാവുമ്പോൾ എന്താണ്, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാനുവലി ചെയ്യണം. അതിനും സമയം കണ്ടെത്തണം, പേഷ്യന്റിനെ പരിചരിക്കാനും സമയം കണ്ടെത്തണം. പക്ഷേ ഈ HMS സംവിധാനം വന്നപ്പോൾ അവിടുത്തെ മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളൊക്കെ HMSന്റെ സഹായത്തോടു കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് കുറേ കൂടെ കൂടുതൽ സമയം എന്താണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് കെയറിലേക്ക് കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? എന്നാണ് റിഡ്യൂസ്ഡ് ടേൺ അറൗണ്ട്. ഓക്കെ, ക്ലിയർ. അടുത്തത് കേട്ടോ, അഞ്ചാമത്തെ പോയിന്റാണ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. എന്താണ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ? എന്താണ്, നമുക്ക് ചെലവ് ചുരുക്കാനായിട്ട് സാധിച്ചു അല്ലെ. ചെലവ് ചുരുക്കാനായിട്ട് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ്
ഇറ്റ് ഹെൽപ്സ് ടു സേവ് ദ മണി അല്ലെ, അതായത് പണം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചു, ഒരുപാട് എക്സ്പെൻസ് നമുക്ക് ചുരുക്കാനായിട്ട് സാധിച്ചു. എങ്ങനെയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, പണ്ട് ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾ സ്റ്റാഫുകൾ വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പൊ നമുക്ക് HMSന്റെ സംവിധാനം ഉള്ളതുകൊണ്ട് പണ്ടത്തെ അത്ര ഒരുപാട് സ്റ്റാഫുകൾ അവിടെ ആവശ്യമുണ്ടോ? ആവശ്യം വരുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള കുറെ കോസ്റ്റുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? ഒരുപാട് സ്റ്റാഫുകൾ നമ്മൾ വെക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് കൂടും? കോസ്റ്റ് കൂടും. പക്ഷെ ഇപ്പൊ HMS വന്നത് കൊണ്ട് പണ്ടത്തെ അത്ര സ്റ്റാഫുകൾ നമുക്ക് വേണ്ട. HMSന്റെ പിന്തുണയോട് കൂടി ചെയ്യുമ്പോൾ ഒരുപാട് വർക്കിലോട് അവിടെ കുറയ്ക്കാൻ പറ്റി. അപ്പൊ നമുക്ക് അങ്ങനെ കോസ്റ്റ് നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് വായിക്കാം. ഇൻട്രൊഡ്യൂസിംഗ് എൻ HMS can lead to significant cost savings for hospitals. ഹോസ്പിറ്റലിന് വളരെയധികം നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പണം സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു അല്ലെ. ചെലവ് ചുരുക്കുന്നതിലൂടെ പണം സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. It helps by reducing administrative overheads. അല്ലെ, it helps by reducing. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കോസ്റ്റിനെ കുറയ്ക്കാൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? ബൈ റിഡ്യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾ, നമുക്ക് സ്റ്റാഫ് മുഖേന ചെയ്തിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? HMSലൂടെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ എന്താണ്? എൻഹാൻസിങ് ദ റിസോഴ്സസ് അലോക്കേഷൻ. അതുപോലെ തന്നെ റിസോഴ്സസ് മീൻസ് ഹോസ്പിറ്റലിലെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ സ്റ്റാഫുകൾ, അവിടുത്തെ എക്യുപ്മെന്റ്സുകൾ, അവിടുത്തെ സപ്ലൈസ് ഒക്കെയാണ് അവിടുത്തെ റിസോഴ്സുകൾ അല്ലെ. അതിനെയെല്ലാം നമുക്ക് നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ. റിസോഴ്സുകളെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. കാരണം എല്ലാത്തിനും സോഫ്റ്റ്വെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ഒരുപാട് സപ്ലൈസുകൾ, അനാവശ്യമായിട്ട് ഒരുപാട് റിസോഴ്സുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിച്ചു അല്ലെ. അപ്പൊ പിന്നെ എങ്ങനെയാണ്? ആൻഡ് റിഡ്യൂസിംഗ് ദ വേസ്റ്റേജ് ഓഫ് മെഡിക്കൽ സപ്ലൈസ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ സപ്ലൈസുകളുടെ അനാവശ്യമായിട്ടുള്ള ഒരു വേസ്റ്റ് പാഴാക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പോണന്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഓരോ മെഡിക്കൽ സപ്ലൈസുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. അതായത് സപ്ലൈകളൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ സോഫ്റ്റ്വെയറിൽ നോക്കിയാൽ അറിയാൻ പറ്റും. എത്ര സപ്ലൈസ് വേണം, എത്ര എണ്ണം നമുക്ക് ഇനി ആവശ്യമായിട്ടുണ്ട്, എത്ര എണ്ണം നിലവിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇനി ഭാവിയിൽ എത്ര നമുക്ക് ആവശ്യം വരും എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ആ സോഫ്റ്റ്വെയർ തരും. ആ സോഫ്റ്റ്വെയർ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഡിക്കൽ സപ്ലൈസ് വാങ്ങാൻ പറ്റും. അനാവശ്യമായിട്ട് നമുക്ക് വാങ്ങുന്നത് ഒഴിവാക്കാൻ പറ്റും. കാരണം കൃത്യം നമുക്ക് അവിടെ ഒരു വേസ്റ്റ് വരുന്നില്ല. ആ രീതിയിൽ മെഡിക്കൽ സപ്ലൈസിന്റെ വേസ്റ്റ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ കോസ്റ്റ് അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. HMS can also maximize revenue streams by making sure timely billing and reducing the claim delays. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള HMS സംവിധാനം റവന്യൂ അതായത് ഹോസ്പിറ്റലിന്റെ വരുമാനത്തിന് കൂട്ടി അല്ലെ, വരുമാനത്തിന് കൂടുതൽ എൻഹാൻസ് ചെയ്തു. എങ്ങനെ? ബൈ മേക്കിംഗ് ഷുവർ ടൈംലി ബില്ലിംഗ്, കൃത്യമായിട്ട് ടൈംലി ബില്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു റവന്യൂ, ഹോസ്പിറ്റലിലോട്ട് വരുന്ന ആ ഒരു വരുമാനം നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ റിഡ്യൂസിങ് ക്ലെയിം ഡിലൈസ് അല്ലെ. നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് പഠിച്ചതാണ് അല്ലെ. ഇൻഷുറൻസ് ഒക്കെ ക്ലെയിമുകളൊക്കെ ഡിലേ ചെയ്യുന്നത്, നിഷേധിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് വെച്ചാൽ അധികം ക്ലെയിമുകളുടെ ഡിലേയിൽ വരാതെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു റവന്യൂ അതായത് ഹോസ്പിറ്റലിലോട്ട് വരുന്ന ആ ഒരു വരുമാനങ്ങളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനെല്ലാം ഈ HMSന്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ടും കറക്റ്റ് ആയിട്ടാണ് അവിടെ പോകുന്നുണ്ടാവുക. ഓക്കെ ആണോ? കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ് കേട്ടോ. ശ്രദ്ധിക്കാം, ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. അതായത് നമ്മൾ HMSന്റെ സഹായത്തോടുകൂടി ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ പറയുന്ന അപഗ്രഥനം അനാലിസിസ് വളരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സുഗമമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. അതായത് ഈ പറയുന്ന HMS ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളിലൂടെ നമുക്ക് ഈ പറയുന്ന അനലിറ്റിക്സ്, അവിടുത്തെ അപഗ്രഥനങ്ങൾ, അവിടുത്തെ വിവരങ്ങളെ പറ്റിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമല്ലോ, അതൊക്കെ നമുക്ക് വളരെ ഇന്റലിജന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയാ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യാതെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
നേരത്തെ നമ്മൾ ഇത് പറഞ്ഞില്ലേ, റിപ്പോർട്ട് മാനേജ്മെന്റ് പറഞ്ഞില്ലേ, എല്ലാ റിപ്പോർട്ടുകളും നമ്മൾ ഓട്ടോമാറ്റിക് ചെയ്യാണ് അല്ലെ. ഈ പറയുന്ന HMS സംവിധാനത്തിലൂടെ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ റിപ്പോർട്ടുകളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഏരിയകളൊക്കെ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അനാലിസിസ് ഭയങ്കര ഈസി ആയിരിക്കും. അനാലിസിസ് ഈസി ആയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകളാണ് നമുക്ക് വരുത്തേണ്ടത്, അതൊക്കെ നമുക്ക് വേഗം അധികം സമയം നഷ്ടപ്പെടാതെ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത് ഇന്റലിജന്റ് അനലിറ്റിക്സ് കേട്ടോ. വളരെ നല്ല രീതിയിൽ ഇന്റലിജന്റ് ആയിട്ട് നമുക്ക് അതിനെ അപഗ്രഥിക്കാൻ, അതിനെ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും HMS സംവിധാനത്തിൽ കേട്ടോ. നോക്കുക, HMS can give valuable insights regarding the operations by generating real-time reports on various metrics such as patient flow, occupancy rates, and income generation. This helps you to make the data-driven decisions, improve the processes, and optimize the resources. ഈ പറയുന്ന കാര്യമാണ്. അതായത് ഈ പറയുന്ന HMS സംവിധാനം എന്ന് പറയുന്നത് വളരെ വിലയേറിയ ഇൻസൈറ്റ്, വിലയേറിയ കുറെ എന്താ പറയുക മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കും ഒക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള എന്താ പറയുക നിർദ്ദേശങ്ങൾ ഈ പറയുന്ന HMS സംവിധാനം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പറയുന്ന ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിനെ സഹായിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനെ പറ്റിയുള്ള വിവരങ്ങളാണ് നോക്കിയോ, വാരിയസ് മെട്രിക്സ് ആയിട്ട് പേഷ്യന്റ് ഫ്ലോ, ആ ഹോസ്പിറ്റലിൽ എത്രത്തോളം പേഷ്യൻസ് വരുന്നുണ്ട്, അവരുടെ ഒക്യുപ്പൻസി റേറ്റ് അല്ലെ, പേഷ്യൻസ് എത്രത്തോളം ഒക്യുപ്പൈഡ് ആണ്, അല്ലെങ്കിൽ ആ പേഷ്യന്റ് ഫ്ലോ എത്രത്തോളം ആ ഹോസ്പിറ്റലിലുണ്ട്, അതുപോലെ ഇൻകം ജനറേഷൻ, ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആ ഒരു വരുമാനം, അതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളൊക്കെ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറെ മാർഗനിർദ്ദേശങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത് ഹോസ്പിറ്റലിനെ എങ്ങനെ സഹായിക്കും? ഇറ്റ് ഹെൽപ്സ് യു ടു മേക്ക് ദ ഡാറ്റ ഡ്രൈവൻ ഡിസിഷൻസ്, ഇംപ്രൂവ് ദ പ്രോസസ് ആൻഡ് ഒപ്റ്റിമൈസ് ദ റിസോഴ്സസ്. അപ്പൊ ഇങ്ങനെയുള്ള വിവരങ്ങൾ ഹോസ്പിറ്റലിന് ലഭിക്കുമ്പോൾ, HMS ലഭിക്കുമ്പോൾ ഹോസ്പിറ്റലിനാണെങ്കിൽ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. എന്തിനെ പറ്റിയുള്ള തീരുമാനങ്ങളാണ്? ഇംപ്രൂവ് ദ പ്രോസസ്, ഏതൊക്കെ മേഖലകൾ ഇംപ്രൂവ് ചെയ്യണം അല്ലെ, ആ അനാലിസിസ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇംപ്രൂവ് ചെയ്യപ്പെടേണ്ട മേഖലകൾ ഏതൊക്കെയാണ്, അതുപോലെ ആ ഒരു ഹോസ്പിറ്റലിലുള്ള റിസോഴ്സുകളെ എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന വിലയേറിയ ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ പറയുന്ന HMS സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഇന്റലിജന്റ് അനലിറ്റിക്സിന്റെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് കേട്ടോ, അടുത്തത് വരുന്നത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. നമുക്ക് ബോറടിക്കുന്നുണ്ടോ? ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? കുഴപ്പമില്ല കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ നോക്കുക, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ കേട്ടോ അടുത്ത പോയിന്റ് ആണ്. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, അതായത് ഈ പറയുന്ന HMS ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോള് നമുക്കിപ്പോ ഒരു എന്തൊരു കാര്യങ്ങളും, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, മറ്റേത് ഓർഗനൈസേഷനും ആയിക്കോട്ടെ, നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് ചിന്തിക്കുന്നത് മാത്രം എപ്പോഴും ഒരു സെൻട്രൽ കൺട്രോൾ എപ്പോഴും ഉണ്ടായിരിക്കും. അല്ലെ, സെൻട്രൽ കൺട്രോൾ സെന്റർ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുക. അവിടെ നിന്നായിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറെ മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കുറെ നിർദ്ദേശങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ആ ഒരു സെന്ററിൽ നിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ആ ഒരു സെന്ററിൽ നിന്ന് തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ടാണ് ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അല്ലെ. അല്ലാണ്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല നടക്കുന്നത്. എപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കാനും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയാ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഒരു സെന്റർ, ഒരു കൺട്രോൾ സെന്റർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അല്ലെ. ആ രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അവിടെ നിന്നാണ് മെയിനായിട്ടുള്ള തീരുമാനങ്ങൾ വരുന്നത്. ആ തീരുമാനങ്ങളാണ് സ്റ്റേറ്റ് ഗവൺമെന്റിലൂടെ നമ്മൾ ഓരോ സംസ്ഥാനത്തിലും നടപ്പിലാക്കുന്നത്. അങ്ങനെയല്ലേ നമ്മുടെ രാജ്യത്തെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനായിട്ട് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, HMS പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് വായിക്കാം. HMS helps to build a centralized platform for managing the activities. എങ്ങനെയൊക്കെയാണ്? allowing the hospitals to streamline their administrative process അല്ലെ.
നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുകളൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്യുന്നതിനായിട്ട് HMS ഒരുപാട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ സഹായിച്ചുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ സിസ്റ്റം അതിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? ഇറ്റ് എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി ബിയോണ്ട് ദ ഡിപ്പാർട്ട്മെന്റ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി ബിയോണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാല് അതായത് ആ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനം നല്ല രീതിയിൽ ഒരു പെർഫോമൻസിൽ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനായിട്ട് HMS സഹായിക്കുന്നു. മനസ്സിലായോ പറഞ്ഞത്? അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങൾ, അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രൊസീജിയറുകളുടെ ആ ഒരു പ്രകടനത്തിൽ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനായിട്ട് HMS സഹായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ചില ഡിപ്പാർട്ട്മെന്റുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, മറ്റു ചില ഡിപ്പാർട്ട്മെന്റുകളാകട്ടെ വളരെ മോശം രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഇടയിൽ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അത് വലിയ മോശമല്ല എന്നാൽ ഒരുപാട് നല്ലതുമല്ല, ഒരുപാട് പെർഫോമൻസ് ഉണ്ട്, ആ രീതിയിൽ മീഡിയം ലെവലിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല അവിടെ ഉദ്ദേശിച്ചത്. അക്രോസ് ദ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരേ ലെവലിൽ തന്നെ, മനസ്സിലായോ? ഒന്നിലും ഒരെണ്ണം കൂടുതൽ ഒരെണ്ണം കുറവ് ആ രീതിയിലല്ല. ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങള്, അവിടുത്തെ പെർഫോമൻസുകളുടെ ഒരു കൺസിസ്റ്റൻസി, അതായത് ഒരു നല്ലൊരു കൺസിസ്റ്റൻസി, എല്ലാം ഒരേപോലെ ആയിരിക്കും. ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? HMS സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് ദ കൺസിസ്റ്റൻസി ബിയോണ്ട് ഡിപ്പാർട്ട്മെന്റ്സ്. This can enhance the efficiency, minimize errors and better overall patient care. അല്ലെ, അത് അൾട്ടിമേറ്റ്ലി എന്തിനെ സഹായിക്കും? ഇറ്റ് എൻഹാൻസ് ദ എഫിഷ്യൻസി, ആ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. മിനിമൈസ് ദ എറേഴ്സ്, എററുകൾ കുറയ്ക്കുന്നു അല്ലെ. മാനുവലി ചെയ്യുന്നുണ്ടാവുന്ന എററുകൾ ഇങ്ങനെ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന എററുകൾ വളരെയധികം കുറയ്ക്കാൻ പറ്റും. ലൈക്ക് മിനിമൈസ് ആൻഡ് ബെറ്റർ ഓവറോൾ പേഷ്യന്റ് കെയർ. അവസാനം എന്താണ്? ഒരു ഓവറോൾ ആയിട്ട് ഒരു നല്ലൊരു പേഷ്യന്റിന്റെ പരിചരണം നമുക്ക് എന്താ പറയാ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുന്നു. HMS എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് വളരെ സുഗമമായിട്ട് നടത്തുന്നതിനായിട്ടും അതുപോലെ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള പെർഫോമൻസ് കൺസിസ്റ്റൻസി നിലനിർത്താനും. അതുവഴിയായിട്ട് ഹോസ്പിറ്റലിന്റെ എഫിഷ്യൻസി അത് വർദ്ധിപ്പിക്കുന്നു, എററുകൾ കുറയ്ക്കുന്നു, ഓവറോൾ പേഷ്യന്റ് കെയറിനെ വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് റിഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. റിഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ്, മെഡിക്കൽ എററുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. HMS can help reduce the medical errors by providing doctors and nurses with updated patient information. അല്ലെ, പേഷ്യന്റിന്റെ വളരെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നതിലൂടെ, ഈ പറയുന്ന ഡോക്ടേഴ്സിനും നഴ്സസിനും ഒക്കെ നൽകുന്നതിലൂടെ മെഡിക്കൽ എററുകളെ കുറയ്ക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം സഹായിക്കുന്നുണ്ട് അല്ലെ. സോഫ്റ്റ്വെയറിലൂടെ ചെയ്യുമ്പോൾ എറർ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് കേട്ടോ. നമ്മൾ മാനുവലി ഒക്കെ എഴുതുമ്പോഴും ചെയ്യുമ്പോഴും ചിലപ്പോൾ ഒരുപാട് തെറ്റുകൾ വരാം. പക്ഷെ നമ്മൾ സോഫ്റ്റ്വെയർ രീതിയിൽ ചെയ്യുമ്പോൾ തെറ്റുകൾ വരാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ. പേഷ്യന്റിന്റെ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നത് ഡോക്ടേഴ്സിനും നഴ്സസിനും നൽകുന്നതിലൂടെ മെഡിക്കൽ എറേഴ്സുകൾ കുറയ്ക്കാനായിട്ട് HMS സഹായിക്കുന്നു. ദിസ് ഇൻക്രീസസ് ദ പേഷ്യന്റ് ഔട്ട്കംസ് ആൻഡ് കോംപ്ലിക്കേഷൻ ആൻഡ് റിസ്ക്. ഇത് HMSന്റെ സഹായം ഉള്ളത് കൊണ്ട് നമുക്ക് പേഷ്യന്റിന്റെ ഔട്ട്കം, അതായത് നല്ലൊരു പേഷ്യന്റ് കെയർ കൊടുക്കാനും അതുപോലെ തന്നെ റിസ്ക് വരാനുള്ള ചാൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള HMSന്റെ ബെനിഫിറ്റ് കേട്ടോ. എത്ര ബെനിഫിറ്റാണ് നമ്മൾ പറഞ്ഞേ? 9 ബെനിഫിറ്റുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെയാണ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. പേഷ്യന്റിനും ഹോസ്പിറ്റലിനും ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ അല്ലെ, പേഷ്യന്റിന്റെ ഏറ്റവും ഹോസ്പിറ്റൽ ഡാറ്റ സെക്യൂർഡ് ആയിട്ടും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നു. ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ, പേഷ്യന്റ് ഡാറ്റ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് റെഡ്യൂസസ് ദ ടേൺ അറൗണ്ട് ടൈം. ഇത് എന്താ പറയാ, മെയിൻറ്റെയിൻസ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് അല്ലെ, അതായത് ചെലവ് ചുരുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ it helps to intelligent analytics with automatically generated reports. It helps to the it provides the centralized administrative control and it reduces the medical errors. It reduces the നമ്മൾ പറയുന്നത് ഒൻപതാമത്തെ പോയിന്റ് ആണ് കേട്ടോ. Reduce the readmissions and rehospitalization rate കേട്ടോ. അതായത് rehospitalization റേറ്റുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. എങ്ങനെയാണെന്ന് നോക്കിയേ. HMS can also decrease readmissions and rehospitalization rates by ensuring timely follow-ups.
അതായത് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ ഉറപ്പാക്കിയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ വിട്ട് പോയി കഴിഞ്ഞാലും കൃത്യമായിട്ട് എന്താണ് ഒരു ഫോളോ അപ്പ് അത് പറയും, ഇത്ര ദിവസത്തില് ഈ ഒരു ഇത്ര ദിവസത്തിന് ശേഷം ഫോളോ അപ്പിനായിട്ട് വരും. അങ്ങനെ ഫോളോ അപ്പിന് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ പറയും പേഷ്യന്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് വീണ്ടും ഫോളോ അപ്സ് ആവശ്യമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യും, അതിനകത്ത് രേഖപ്പെടുത്തിയവർ. അങ്ങനെയാണ് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത് അല്ലെ. ഡിസ്ചാർജ് സമയത്താണെങ്കിലും കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഫോളോ അപ്പിന് വരണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടാണ് അവർ പേഷ്യൻസിന് അവർക്ക് പറഞ്ഞേക്കുന്നത്. ആ രീതിയിൽ ടൈംലി ഫോളോ അപ്പുകൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ ഫോളോ അപ്പ് പറഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് റിമൈൻഡേഴ്സ് ഒക്കെ ഈ സോഫ്റ്റ്വെയർ അയക്കും, റിമൈൻഡേഴ്സ് അയക്കുന്നുണ്ടാവും. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ ഉറപ്പാക്കിയിട്ടുണ്ട്. റീ അഡ്മിഷൻ, റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്, HMS സഹായിക്കുന്നുണ്ട്. ദിസ് ഇൻക്രീസസ് ദ പേഷ്യന്റ് ഔട്ട്കംസ് ആൻഡ് മിനിമൈസസ് ദ കോംപ്ലിക്കേഷൻ കേട്ടോ. അത് പേഷ്യന്റിന്റെ ഈ പറയുന്ന നല്ലൊരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്നു. റിസ്ക് വരാനുള്ള ചാൻസ് കുറവാണ്. ഇവിടെ പറഞ്ഞ ഒരു സെന്റൻസ് ഞാൻ വിട്ടുപോയിട്ടാണ്, റിഡ്യൂസ്ഡ് മെഡിക്കൽ എറർ കേട്ടോ. മെഡിക്കൽ എററുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും അല്ലെ. HMS എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ഹെൽപ്പ് റിഡ്യൂസ് ദ മെഡിക്കൽ എറർസ് ബൈ പ്രൊവൈഡിംഗ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് വിത്ത് അപ്ഡേറ്റഡ് പേഷ്യന്റ് ഇൻഫർമേഷൻ അല്ലെ. പേഷ്യന്റിന്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നതിലൂടെ നമുക്ക് മെഡിക്കൽ എററുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഇറ്റ് റിഡ്യൂസസ് ദ റിസ്ക് ഓഫ് മിസ് ഡയഗ്നോസിസ്, ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ് ഓർ അഡ്വേഴ്സ് ഡ്രഗ് ഇൻഫെക്ഷൻസ് അല്ലെ. ഇത് വന്നിട്ട് തെറ്റായിട്ടുള്ള ഡയഗ്നോസിസ് അല്ലെ, തെറ്റായിട്ടുള്ള രോഗനിർണയങ്ങള്, അതുപോലെ തെറ്റായ ട്രീറ്റ്മെന്റുകള്, അതുപോലെ ചില അഡ്വേഴ്സ് ആയിട്ട് പ്രതികൂലമായിട്ട് വരുന്ന ചില ഡ്രഗ് ഇന്ററാക്ഷൻസിനെയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതെങ്ങനെയാണ് അങ്ങനെ കുറയ്ക്കുന്നത്? അതായത് നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാനുവലി ചെയ്യുന്നത് പോലെ എററുകൾ വരില്ല. സോഫ്റ്റ്വെയർ ആയിട്ട് ചെയ്യുമ്പോൾ എററുകൾ വരാനുള്ള ചാൻസ് കുറവാണ്. അതാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റുകൾ ഓക്കെയാണോ നിങ്ങൾക്ക്? നമ്മൾ ഇത്രയും വരെ പറഞ്ഞത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റുകളാണ് കേട്ടോ, ബെനിഫിറ്റ്. ഓക്കെ, ഞാൻ അടുത്ത ഭാഗം നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് കേട്ടോ. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് തന്നെ വിഷു ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവർക്കും തിരക്കായിരിക്കും വീട്ടില് അറിയാം. എന്നാലും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു കേട്ടോ. നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ഇന്നത്തെ ദിവസം കാണാം കേട്ടോ. ഓക്കെ, Okay, thank you, ma'am. Happy wish you. ഓക്കെ.